ഇന്ന് പണിമുടക്ക് ദിവസമാണ്. എങ്ങും ഭക്ഷണം കിട്ടാനില്ല. പക്ഷേ സമരക്കാരെല്ലാം വിവിധ സ്ഥലങ്ങളിലും ഉണ്ട്. മാത്രമല്ല യൂണിയൻകാരെല്ലാം ഇന്നിവിടെ പത്തനംതിട്ട നഗരത്തിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള കപ്പ കാച്ചിൽ എല്ലാം ഒന്നിച്ച് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ്. എന്താ ചേട്ടാ? കപ്പ അത് നമുക്കിട്ട് പണിയാൻ തോന്നുന്ന കപ്പ അല്ല, ഞാൻ പറഞ്ഞില്ല, ഈ സമരസമിതിയുടെ കൂടെ പങ്കെടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമരത്തിന് പിന്തുണ കൊടുക്കുകയല്ല. ഞാൻ ഈ ഭക്ഷണം നമുക്കിഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ എല്ലാം കൂടെ അപ്പൊ നാളെ എനിക്ക് ഇവരെല്ലാം കാണേണ്ടവരാ. അല്ല, രാഷ്ട്രീയത്തിലല്ല, ഞങ്ങളെല്ലാം കുടുംബം ഒറ്റക്കെട്ടാ. യൂണിയൻ ഉണ്ടായിരിക്കും, ഞങ്ങളെ കുടുംബം ഒറ്റക്കെട്ടാ. അതേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. എല്ലാവർക്കും വേണ്ടിയാ. വഴിയെ പോകുന്നവർക്കെല്ലാം, യാത്രക്കാർക്കും എല്ലാം കൊടുക്കും. വരുന്നവർക്ക് ഭക്ഷണമില്ല, എല്ലാവർക്കും കഴിക്കാം. നമ്മൾ എല്ലാ യൂണിയനിന്റെ ആൾക്കാരും തൊഴിലാളികളെന്നില്ല, എല്ലാവർക്കും, യാത്രക്കാർക്കും എല്ലാവർക്കും കഴിക്കാം ഭക്ഷണം. കടകളൊന്നും തുറക്കാത്തോണ്ടാ. നേതൃത്വത്തിൽ വലിയ പ്രകടനമൊക്കെ നടത്തുന്നുണ്ട്. അപ്പം അതിനുശേഷം ക്ഷീണിച്ചു വരുന്നവർക്ക് അത് കഴിഞ്ഞിട്ട് ആഹാരം കൊടുക്കാനാണ്. പ്രകടനത്തിന് വരുന്നവർക്ക് ആഹാരം കൊടുക്കാനാണ്. ഇപ്പൊ രാവിലെ എല്ലാ സംഘടനയും ഉണ്ട്. എല്ലാരും ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവരായിട്ടുണ്ട്. എല്ലാരും ഉണ്ട്. അത് എല്ലാവർക്കും, നാട്ടുകാർക്ക് എല്ലാവരും കൊടുക്കാനുള്ള കപ്പയാ. ഇത് മാത്രമല്ല, ഉച്ചയ്ക്ക് കഞ്ഞിയുണ്ട്, കടുങ്കാപ്പിയുണ്ട്, കടുംചായ ഉണ്ട്, കപ്പയുടെ കൂടെ ചമ്മന്തിയും ഉണക്കമീൻ എല്ലാവർക്കും ഉണ്ട്. ചേനയുണ്ട്, കപ്പയുണ്ട്, കാച്ചിലുണ്ട്. ഏത്തക്ക ഇടാം വേണമെങ്കിൽ. അങ്ങനെ കപ്പയും കാച്ചിലും ഏത്തക്കയും എല്ലാം ഉണ്ട്. ഇന്നത്തെ ദിവസം പണിമുടക്കായതുകൊണ്ട് കടയൊന്നും തുറക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പത്തനംതിട്ട നഗരത്തിൽ ഇന്നിപ്പോൾ പ്രകടനം ഉൾപ്പെടെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നവർക്കായിട്ട് കാപ്പി ഉൾപ്പെടെ ഇവിടെ തയ്യാറാക്കുന്നത്. പത്തനംതിട്ട നഗരത്തിൽ നിന്നും ക്യാമറമാൻ രതീഷ് മടമ്പശ്ശലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.